ഹായ് ഓൾ, വെൽക്കം ടു ക്രിക്കരീന. IPL-യുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ സുപ്രധാനമായ അപ്ഡേറ്റുകൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് RCB പുതിയ ഒരു താരത്തെ കൊണ്ടുവന്നിട്ടുണ്ട്. നുവാൻ തുഷാരക്ക് NOC ഇതുവരെ ലഭിച്ചിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ പകരമായിക്കൊണ്ട് റിച്ചാർഡ് ഗ്ലീസൺ എന്ന താരത്തെ ഇപ്പോൾ RCB സ്വന്തമാക്കിയിട്ടുണ്ട്. നമുക്കറിയാം, അദ്ദേഹം ബൗളറാണ്, ഇംഗ്ലീഷ് താരമാണ്. അദ്ദേഹത്തെയാണ് RCB ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത്. 1.6 കോടി രൂപ നൽകിക്കൊണ്ടാണ് റിച്ചാർഡ് ഗ്ലീസനെ RCB സ്വന്തമാക്കിയിട്ടുള്ളത്. ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നു കഴിഞ്ഞു. ഇപ്പോൾ മോശമല്ലാത്ത രൂപത്തിൽ കളിക്കുന്ന താരമാണ് റിച്ചാർഡ് ഗ്ലീസൺ. ഈയിടെ നടന്ന PSL-ൽ 9 ഇന്നിങ്സുകളിൽ നിന്ന് 12 വിക്കറ്റുകൾ വീഴ്ത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. ആവറേജ് 18 ആണ്, ഇക്കോണമി 7.13 ആണ് വരുന്നത്. അങ്ങനെ സമീപകാലത്ത് മികച്ച പ്രകടനം നടത്തുന്ന ഇംഗ്ലീഷ് താരത്തെയാണ് ഇപ്പോൾ RCB സ്വന്തമാക്കിയിട്ടുള്ളത്. ഇനി ചെന്നൈ സൂപ്പർ കിങ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അപ്ഡേറ്റ് കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതായത് CSK പുതിയ ഒരു താരത്തെ സ്വന്തമാക്കിയിട്ടുണ്ട്. ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നു കഴിഞ്ഞു. കുൽദീപ് യാദവ് എന്ന താരത്തെയാണ് CSK കൊണ്ടുവന്നിട്ടുള്ളത്. DC-ക്ക് വേണ്ടി കളിക്കുന്ന കുൽദീപ് യാദവ് അല്ല, ഇത് മറ്റൊരു താരമാണ്. ഇത് പേസറാണ് അഥവാ സീമറാണ്. ഡൊമസ്റ്റിക് ക്രിക്കറ്റിലൊക്കെ നല്ല രൂപത്തിൽ കളിക്കുന്ന കുൽദീപ് യാദവിനെ ഇപ്പോൾ CSK സ്വന്തമാക്കിയിട്ടുണ്ട്. ഖലീൽ അഹമ്മദിന്റെ പകരമായിക്കൊണ്ടാണ് കുൽദീപിനെ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്കറിയാം, നേരത്തെ ആകാശ് മധുവാളിനെ കൊണ്ടുവന്നിരുന്നു. അത് ആയുഷ് മാത്രയുടെ പകരമായി കൊണ്ടായിരുന്നു രജിസ്റ്റർ ചെയ്തിരുന്നത്. ഇപ്പോൾ ഖലീൽ അഹമ്മദിന്റെ പകരമായി കൊണ്ട് കുൽദീപ് യാദവിനെ CSK രജിസ്റ്റർ ചെയ്യുകയാണ്. നേരത്തെ രാജസ്ഥാൻ റോയൽസിന് വേണ്ടി കുറച്ചു കാലം കളിച്ചിട്ടുള്ള താരമാണ് ഇദ്ദേഹം. 2023-ൽ CSKക്കെതിരെ ഇദ്ദേഹം രാജസ്ഥാൻ റോയൽസിനെതിരെ കളിച്ചിട്ടുണ്ട്. അന്ന് 18 റൺസ് മാത്രം വഴങ്ങി ഒരു വിക്കറ്റ് വീഴ്ത്തിയ പേസറാണ് കുൽദീപ് യാദവ്. അന്ന് ശിവം ദുബെയെ പുറത്താക്കാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ നല്ല രൂപത്തിൽ കളിക്കുന്ന കുൽദീപ് യാദവിനെയാണ് ഇപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സ് കൊണ്ടുവന്നിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.